ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് ഒരു ലോട്ടറി അടിക്കുന്നത് പോലത്തെ സംഭവമാണ് എന്നാണ് പല ഇൻവെസ്റ്റേഴ്സും കരുതുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നോ കിട്ടുന്ന ഒരു ടിപ്സിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും വെയിറ്റ് ചെയ്യാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ രണ്ട് വഴികളും നമ്മളെ എവിടെയും എത്തിക്കില്ല. പല റിപ്പോർട്ടുകളും പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഭൂരിഭാഗം റീറ്റെയിൽ ട്രേഡേഴ്സിനും പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അവര് ടിപ്സിന്റെ പുറകെ പോകുന്നു, പക്ഷെ ഡേറ്റയെ വിശ്വസിക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് ഒരു രീതി അറിയാമെങ്കിൽ, ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കഴിയും. അതിന് കയ്യിൽ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ വലിയ ഡിഗ്രിയുടെയോ ഒന്നും ആവശ്യമില്ല. ദിവസവും മണിക്കൂറുകളോളം സ്ക്രീനിന് മുന്നിൽ കുത്തിയിരിക്കേണ്ട കാര്യവുമില്ല. ആകെ വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. നല്ല ഒരു കമ്പനിയെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്, ആ കമ്പനിയുടെ ഷെയർ എപ്പോൾ വാങ്ങണം എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ല, അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. വീഡിയോ കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് സനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ ഒരു മെത്തേഡിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഒരു റീസൺ പറയാൻ പോകുന്നത് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഒഴിവാക്കണം എന്നറിയാതെ പലരും കൺഫ്യൂഷനിലാകും. പലപ്പോഴും ഒരുപാട് സ്ക്രീനറുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ അവയൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് മുന്നിൽ വരുന്ന സ്റ്റോക്കുകളെ അല്ലെങ്കിൽ ന്യൂസുകളിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെയോ ഒക്കെ വരുന്ന സ്റ്റോക്കുകളിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാണ് പതിവ്. വെറുതെ ലോജിക്ക് മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു പോയിന്റ് മാത്രം ഒരു ആംഗിളിൽ നിന്ന് മാത്രം കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട്. രണ്ടാമത്തേത് ഇമോഷണൽ ട്രേഡിംഗ്. ഒരു സ്റ്റോക്ക് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ചാൻസ് മിസ്സാവും എന്ന് ചാടി ആ ഒരു ട്രെയിനിൽ കയറുന്ന ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നാൽ എന്റെ പൈസ മുഴുവൻ പോയോ എന്നൊരു പാനിക്കിൽ കിട്ടിയ വിലയ്ക്ക് വിറ്റ് ലോസ് ബുക്ക് ചെയ്യുന്ന മറ്റൊരു കൂട്ടം. അപ്പോൾ ഈ പേടിയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പൊ ഇനി മൂന്നാമതൊരു റീസൺ നോക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റം ഇല്ലാത്തത് തന്നെയാണ് ഒരു കൂട്ടം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രധാന പ്രശ്നം. ഒരുമാതിരി കണ്ണും കെട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത് പോലെ ഹോട്ട് ടിപ്സുകൾ നോക്കി ട്രേഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡുള്ള ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ളത്. ഈ പ്രശ്നങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ഡേറ്റയെ ബേസ് ചെയ്ത് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ്, രണ്ടാമത്തേത് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മളോട് എന്താണ് പറയുന്നത്? ഏത് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ബെസ്റ്റ് 20-30 കമ്പനികളെ എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ ഒരു ഫിൽട്ടറിങ്ങിലൂടെ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ എപ്പോൾ സ്റ്റോക്ക് വാങ്ങണം എന്ന് നമുക്ക് ഒരു ഐഡിയ തരും. നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത നല്ല സ്റ്റോക്കുകളിൽ ഏറ്റവും റൈറ്റ് ടൈമിൽ അത് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെ വാങ്ങാം എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സൂപ്പർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നത്. ഒരു നല്ല കമ്പനി മോശം ടൈമിലാണ് വാങ്ങുന്നതെങ്കിൽ ലോസ് വരാം. അതുപോലെ മോശം കമ്പനി എത്ര നല്ല ടൈമിൽ വാങ്ങിയാലും അവസാനം നമ്മളെ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടും എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ആ ഒരു ഇൻഡീപ്പ് കുറച്ച് പോയി നോക്കാം. ആയിരക്കണക്കിന് സ്റ്റോക്കുകളിൽ നിന്ന് നല്ല കമ്പനികളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. സ്ക്രീനർ പോലെയുള്ള ഫ്രീ ടൂളുകളൊക്കെ അവൈലബിൾ ഉണ്ട്. ഗൂഗിളിൽ screener.in എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. നമുക്ക് വേണ്ട കമ്പനികളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഈ സ്ക്രീനറിന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആ കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ ലഭിക്കും. അപ്പൊ നമ്മൾ ഒരു 4 കണ്ടീഷൻസ് ആണ് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROE ഗ്രേറ്റർ ദാൻ 15%. ഇതിനർത്ഥം കമ്പനി അതിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എല്ലാ വർഷവും മിനിമം 15% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനാണ്. ഇത് കമ്പനി എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ മാത്രം ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 0.5. കടം കുറഞ്ഞ കമ്പനികളെയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. 1 രൂപയുടെ അസറ്റ് ഉള്ള കമ്പനിക്ക് 50 പൈസയിൽ താഴെ
താഴെ മാത്രമേ കടമുള്ളെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നല്ലതാണ്. ഇപ്പൊ കടം കുറയുമ്പോൾ ഇൻട്രസ്റ്റിന്റെ ഭാരം കുറയും, പ്രോഫിറ്റ് കൂടും. മൂന്നാമതായിട്ട് സെയിൽസ് ഗ്രോത്ത് ഇൻ 3 ഇയർ ഗ്രേറ്റർ ദാൻ 10%. കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനിയുടെ സെയിൽസ് എല്ലാ വർഷവും 10% കൂടുതൽ വളരുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഫിൽറ്ററിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 ഫിൽറ്ററിംഗിന് ശേഷം ഈ ഒരു ഫിൽറ്ററിംഗ് വരുമ്പോഴേക്കും നമുക്ക് നമ്പർ ഓഫ് സ്റ്റോക്സ് കുറയും. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഒരു ഗ്രോയിങ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷണമാണ് വളരുന്ന സെയിൽസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആ ഒരു ഫിൽറ്ററിംഗിലേക്ക് പോകാം. പ്രോഫിറ്റ് ഗ്രോത്ത് 3 ഇയേഴ്സ് ഗ്രേറ്റർ ദാൻ 15%. സെയിൽസിൽ മാത്രം ഗ്രോ ചെയ്താൽ പോരാ, പ്രോഫിറ്റും അതിനനുസരിച്ച് ഗ്രോ ചെയ്യണം. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രോഫിറ്റ് 15% കൂടുതൽ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞ കമ്പനികളെയാണ് നമ്മളോട് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 4 കണ്ടീഷൻസ് നിങ്ങളുടെ സ്ക്രീനറിൽ കൊടുക്കുമ്പോൾ മാർക്കറ്റിലുള്ള ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ആയിട്ട് ഒരുപക്ഷെ 100-ൽ താഴെ കമ്പനികളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ബെസ്റ്റ് കമ്പനികളിൽ ചിലത്. ഞാനിവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്ത കമ്പനികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പൊ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചിന്തിക്കാം. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ ഏത് സെക്ടറിലാണ് ഗവൺമെന്റിന്റെ ഫോക്കസ് എന്ന് കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് ഡിഫൻസ്, റെയിൽവേ, ഗ്രീൻ എനർജി പോലെയുള്ള സെക്ടേഴ്സിന് ഗവൺമെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ആ സെക്ടറിലെ കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇവയൊക്കെ കൂടും. അപ്പൊ ഈ സെക്ടേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടെ സ്ക്രീനർ യൂസ് ചെയ്ത് അതിലെ ബെസ്റ്റ് കമ്പനികളെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 15-20 കമ്പനികളുടെ ഫൈനൽ വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് റെഡിയായി കിട്ടും. അപ്പൊ അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ എന്ത് വാങ്ങണം എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എപ്പോൾ വാങ്ങണം എന്ന് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലൂടെ മനസ്സിലാക്കാം. ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? അത് മുകളിലേക്ക് കുതിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അല്ലെ? അപ്പൊ ആ ഒരു മൊമെന്റ് കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ബോട്ടം കണ്ടുപിടിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ബ്രേക്ക്ഔട്ട്, രണ്ടാമത് വോളിയം, പിന്നെ ട്രെൻഡ്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഔട്ടിനെ പറ്റി ഒന്ന് നോക്കാം. സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ പ്രൈസിന് മുകളിൽ പോകാൻ പലതവണ ട്രൈ ചെയ്തിട്ടും ഫെയിൽ ആവുന്നു. അപ്പൊ ആ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. എപ്പോഴാണോ ആ സ്റ്റോക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്, അപ്പോൾ ഇതൊരു സ്ട്രോങ് ബൈയിങ് സിഗ്നൽ ആണ്. കാരണം ആ സ്റ്റോക്കിന്റെ അതുവരെ തടഞ്ഞു നിർത്തിയ ഒരു മെയിൻ ഹാഡിൽസ് അത് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് ബ്രേക്ക് പാറ്റേൺസ് എന്തൊക്കെയുണ്ട് എന്ന് കൂടി നമുക്ക് നോക്കാം. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഒരു ചായ കപ്പിന്റെയും അതിന്റെ ഹാൻഡിലിന്റെയും ഷേപ്പിലുള്ള പാറ്റേൺ ആണ്. പ്രൈസ് താഴേക്ക് വന്ന ഒരു യു ഷേപ്പിൽ കപ്പ് തിരികെ കയറി പിന്നെ ഒരു ചെറിയ കറക്ഷന് ശേഷം ഒരു ഹാൻഡിലാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഔട്ട് തരുന്നു. ഇത് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ അസെൻഡിങ് ട്രയാങ്കിൾ, ഇവിടെ ഒരു പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ലൈനിൽ തട്ടി നിൽക്കും. പക്ഷെ ഓരോ തവണ താഴേക്ക് വരുമ്പോൾ മുമ്പത്തേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കും. ഇതിനർത്ഥം ബയേഴ്സ് അല്ലെങ്കിൽ ബുൾസ് കൂടുതൽ സ്ട്രോങ് ആകുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ മുകൾ ഭാഗം ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. ഇനി 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട്, ഒരു സ്റ്റോക്ക് അതിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ, അതായത് 52 ആഴ്ചയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സ്റ്റോക്കിന് വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകാൻ ഈ ഒരു റെസിസ്റ്റൻസിന് ശേഷം സാധിക്കും. അപ്പൊ ആ ഒരു മൊമെന്റം ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇനി രണ്ടാമത്തെ ആ ഒരു ഫിൽട്ടറിംഗ് എങ്ങനെയായിരിക്കണം? അത് വോളിയം വെച്ചിട്ടുള്ള ഒരു ഫിൽട്ടറിംഗ് ആണ്. ഒരു ബ്രേക്ക്ഔട്ട് ജെനുവിൻ ആണോ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാനുള്ള ഒരു ഫേക്ക് ഔട്ട് ആണോ എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോയാണ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഷെയർസ് ബൈയും സെല്ലും ചെയ്തു എന്നതിന്റെ അളവാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ നോർമൽ ദിവസങ്ങളിലുള്ളതിനേക്കാൾ വളരെ ഹൈ വോളിയം, അതായത് 5 to 10 ടൈംസ് വോളിയം ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റഡ് ആണ്, ബിഗ് പ്ലേയേഴ്സ് സ്റ്റോക്കിലുണ്ട്. ഇത് ബ്രേക്ക്ഔട്ടിന് നല്ലൊരു കൺഫർമേഷൻ കൂടി തരുന്നു. വോളിയം കുറഞ്ഞ ബ്രേക്ക്ഔട്ടുകൾ മിക്കവാറും ഫേക്ക് ആകാൻ അല്ലെങ്കിൽ ഫെയിൽ ആവാനാണ് സാധ്യത. അപ്പൊ ഇനി മൂന്നാമത്തെ ആ ഒരു കൺഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലൂടെ എടുക്കുന്നത്? അത് ട്രെൻഡാണ്. എപ്പോഴും ട്രെൻഡിന്റെ കൂടെ പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. മുകളിലേക്ക് പോകുന്ന, അതായത് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കിൽ മാത്രം ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ എന്ന് മനസ്സിലാക്കാനുള്ള സിമ്പിൾ വഴിയാണിത്. മൂവിംഗ് ആവറേജ് നോക്കുക എന്നുള്ളത്. സാധാരണയായിട്ട് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 200-ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണെങ്കിൽ അതൊരു ലോങ് ടേം അപ് ട്രെൻഡിലാണ് എന്ന് പറയാം. ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായാൽ പോലും അത് സക്സസ് ആകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ ചെയ്യാം? ഈ 2 സാധ്യതകളും, ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസും, എങ്ങനെ ഒരുമിച്ച് നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യാം? നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 പവർഫുൾ ടൂൾസ് ആണുള്ളത്. ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ആണ് നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ആവുന്നത്. അതിനായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആദ്യം പഠിച്ച ഫണ്ടമെന്റൽ സ്ക്രീനർ യൂസ് ചെയ്ത് ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള 20-30 കമ്പനികളുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് ഈ വാച്ച് ലിസ്റ്റിലുള്ള കമ്പനികളുടെ ചാർട്ട് മാത്രം ഡെയിലി മോണിറ്ററിൽ അനലൈസ് ചെയ്യുക. മൂന്നാമതായിട്ട് എപ്പോഴാണോ ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്
വളരെ ഹൈ വോളിയത്തോടെ ഒരു നല്ല ബ്രേക്ക് പാറ്റേൺ കപ്പാൻ ഹാൻഡിലോ അല്ലെങ്കിൽ 52 വീക്ക് ഹൈയോ ഒക്കെ തരുന്നത്, അപ്പോൾ മാത്രം ആ സ്റ്റോക്കിൽ ഒരു എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് കമ്പനിയെ ഏറ്റവും കറക്റ്റ് ടൈമിംഗിൽ വാങ്ങാനും സെലക്ട് ചെയ്യാനും ഇത് സഹായിക്കും. നിങ്ങളുടെ ടിപ്സിനെയോ റൂമേഴ്സിനെയോ അല്ല, മറിച്ച് ഡേറ്റയും ഒരു പ്രോപ്പർ സിസ്റ്റത്തെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം, റിസ്ക് മാനേജ്മെന്റ്. 2 വഴികൾ മാത്രം പഠിച്ചാൽ പോരാ. സ്റ്റോക്ക് മാർക്കറ്റിൽ 100% ഗ്യാരണ്ടിയുള്ള ഒരു സീക്രട്ട് മെത്തേഡ് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് സ്റ്റോപ്പ് ലോസ്. ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ അനാലിസിസ് തെറ്റിയാൽ എവിടെ വെച്ച് നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങും എന്ന് പ്ലാൻ ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഒരു ജനറൽ റൂൾ എന്ന നിലയ്ക്കാണ് ഒരു സിംഗിൾ ട്രേഡിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 1 to 2% മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പല പ്രൊഫഷണൽ ട്രേഡേഴ്സും ഫോളോ ചെയ്യുന്ന രീതിയാണ് മിനിമം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഉറപ്പാക്കും. അതായത് ₹1 റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് മിനിമം ₹2 ലഭിക്കണം. ഇത്രയുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള 2 സ്റ്റെപ്പ് സിസ്റ്റം ആണ്. ഒന്നാമത് സ്ക്രീനർ യൂസ് ചെയ്ത് ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ കണ്ടെത്തുന്നു, എന്താണ് വാങ്ങേണ്ടത് എന്നിവിടെ നമ്മൾ മനസ്സിലാക്കിയാണ്. രണ്ടാമത് ആ കമ്പനികളിൽ മാത്രം സ്ട്രോങ് വോളിയത്തോടെയുള്ള ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എപ്പോൾ വാങ്ങണം എന്ന് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിന്റെ കൂടെ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്ത് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാനും നമ്മൾ പഠിച്ചു. അടുത്ത മൾട്ടി ബാഗർ സ്റ്റോക്കിന് വേണ്ടി ആരുടെയും ടിപ്സിനായിട്ട് കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല കോൺഫിഡൻസോടെ ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ട് സ്റ്റോക്കുകൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ വേണ്ടതെങ്കിൽ കൃത്യമായിട്ട് കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും നല്ല വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.